നേടു എന്താ ഇഷ്ടപ്പെട്ടെ? ഓ മൈ ഗോഡ്. ഹേ ഗൈസ്, വെൽക്കം ടു അവർ ഫുക്കറ്റ് വ്ലോഗ്. അപ്പം ബാങ്കോക്കിലെ 2 days കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ഫുക്കറ്റിലേക്ക് പോവുകയാണ്. ബാങ്കോക്ക് വ്ലോഗ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണണേ. ഗൈസ്, അപ്പം നമുക്ക് ഇന്ന് രാവിലെയാണ് ഫ്ലൈറ്റ്. നമ്മൾ ഇപ്പം ബാങ്കോക്കിൽ നിന്ന് ഫുക്കറ്റിലേക്ക് പോവുകയാണ്. നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഇതാണ് ഞങ്ങളുടെ ഫുക്കറ്റിലെ ഗൈഡ് റീത്ത. റീത്തെ നിങ്ങക്ക് കാണാമോ? ഗോപൻ എന്നെ കാണാവോ? കാണാം. അയ്യോ, അപ്പൊ ഞാൻ പറയുന്ന കേക്കാവോ? കേൾക്കാം. മനസ്സിലായോ എന്നെ? പിന്നെ റീത്തയല്ലേ? ഇപ്പോൾ റീത്ത നമ്മളെ കൊണ്ടുവന്നത് ഫുക്കറ്റിലെ ഏറ്റവും ലാർജസ്റ്റ് ടെമ്പിളിലേക്കാണ്. വാട്ട് ചെലോങ്. വാട്ട് ചെലോങ്ങിന്റെ ശരിക്കുള്ള പേര് വാട്ട് ചയ്യത്തരാരാം എന്നാണ്. ഇത് 2 മോങ്സിന് ഡെഡിക്കേറ്റഡ് ആണ്. ഹു ന്യൂ ഹെർബൽ മെഡിസിൻ ആൻഡ് ഹെൽപ്പ് ദ ഇൻജേർഡ് ഡ്യൂറിംഗ് ദ ചൈനീസ് വാർ. ഇവിടെ വരുന്നവരൊക്കെ ഭയങ്കര റെഫറൻസോടെ ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തോന്നി. ഇത് ഇവിടുത്തെ ഫോർച്യൂൺ ടെല്ലിംഗ് പോലെ ഒരു സംഭവമാണ്. നമ്മൾ ഈ സാധനം കുലുക്കി അതിൽ നിന്ന് ഒരു വടി താഴെ വീഴും. ആ വടിയിൽ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിലുള്ള പേപ്പർ നമ്മൾ അപ്പുറത്തെ സൈഡിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പേപ്പർ എടുക്കണം. ആ പേപ്പറിൽ പറയുന്നതാണ് നമ്മുടെ ഫോർച്യൂൺ എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ വായിക്കട്ടെ. Money will appear and gold will flow. No need to search for it. ഞാൻ സെർച്ച് ചെയ്തില്ല. Bad luck will disappear and you will be born rich in wealth. മണിയും ഗോൾഡും ഒക്കെ ഒഴുകുന്നത് നോക്കിയിരിക്കുകയാണ് നീത്തു ഇപ്പോഴും. 3 മാസം കണ്ടായി. എന്തായാലേ ഇതൊക്കെ വിശ്വാസമുള്ളവർക്ക് ഒരു മനസുഖം. ഇനി നമ്മൾ പോകുന്നത് ബിഗ് ബുദ്ധ സ്റ്റാച്ചു കാണാനാണ്. അതിരിക്കുന്നത് നാഗാകർദ് ഹിൽ ടോപ്പിലാണ്. സോ നമ്മൾ ഇവിടുന്ന് 2 ചെറിയ മിനി ബസ്സിലാണ് പോകുന്നത്. ബിഗ് ബുദ്ധ സ്റ്റാച്ചു തായ്ലൻഡിലെ 3rd ലാർജസ്റ്റ് സ്റ്റാച്ചു ആണ്. വൈറ്റ് ജേഡ് മാർബിളും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഹിൽ ടോപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫുക്കറ്റ് ഐലൻഡിലെ ഫുൾ ഒരു പനോറമിക് വ്യൂ കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറിയാണത്. നമ്മൾ അവിടെ കണ്ട ഒരു ചൈനീസ് സ്റ്റാച്ചു ഇല്ലേ, അത് ഇവർ പറഞ്ഞ ഇവിടെ കുറേ ചൈനീസ് ടെമ്പിൾസ് ഉണ്ട്. ഇവിടെ മിക്സ് ഓഫ് ചൈനീസ് ആൻഡ് തായ് കൾച്ചറാണ്. കാരണം ചൈനീസ് കുറേ പേര് ഇവിടെ വന്ന് താമസിച്ചുണ്ട്. ഡിസംബറിൽ ഇവർക്ക് ഒരു ഇന്റർ കൾച്ചറൽ ഫെസ്റ്റിവൽ ഉണ്ട്. അതൊരു വെജിറ്റബിൾ ഫെസ്റ്റിവലാണ്. അവിടെ വെജിറ്റബിൾസ് മാത്രമേ ആ സമയത്ത് കഴിക്കത്തുള്ളൂ. അതൊരു ഫെസ്റ്റിവലായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ നല്ല പൊരിഞ്ഞ വെയിലത്ത് നടന്ന് ക്ഷീണിച്ചൊരു വഴിയായി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഇതാണ് നമ്മുടെ അടുത്ത 2 ദിവസത്തെ സ്റ്റേ, ഡിൻസോ റിസോർട്ട് ആൻഡ് വില്ലാസ്. ഇത് ആക്ച്വലി ഒരു ഭയങ്കര ഡിഫറെൻറ്റ് സെറ്റപ്പാണ്. ഒരു ട്രീ ഹൗസ് സെറ്റപ്പിലാണ് ഇത് അവർ മൊത്തം അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് കയറിയിട്ട് ആക്ച്വലി കുറേ നേരം നമ്മൾ പോസ്റ്റ് ആയിരുന്നു. നമ്മൾ ആക്ച്വലി റൂംസ് എല്ലാം പേയ്മെന്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു പെർ ഹെഡ് 1000 baht നമ്മൾ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് അടയ്ക്കണം, വിച്ച് വുഡ് ബി റീഫണ്ടഡ്. പക്ഷേ നമ്മൾ പോകുന്ന ദിവസം ഇൻ ബാട്ട്സേ അവർ തരത്തുള്ളൂ. നമുക്ക് പോകുന്ന ദിവസം ആ അത്രയും പൈസ കൈ കിട്ടിയിട്ട് കാര്യമില്ല. സോ ഞങ്ങൾ അത് പേ ചെയ്യാൻ റെഡി അല്ലായിരുന്നു. ആൻഡ് അവർ നമ്മളെ നേരത്തെ ഇത് ഇൻഫോം ചെയ്തിട്ടും ഇല്ലായിരുന്നു. സോ ഫൈനലി കുറെ വർത്താനങ്ങൾക്ക് ശേഷം അവർ നമുക്ക് റൂംസ് തന്നു വിത്തൗട്ട് ദ കോഷൻ ഡെപ്പോസിറ്റ്. ഈ വർത്താനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അകത്തോട്ട് കയറിയതെങ്കിലും അവിടുത്തെ വ്യൂവും സെറ്റപ്പും ഒക്കെ കണ്ടപ്പോഴത്തേനും ആ ദേഷ്യമൊക്കെ അലിഞ്ഞില്ലാതായിപ്പോയി. ഞങ്ങൾ വലിയ ഓവർ എക്സ്പ്ലനേഷൻ ഒന്നും നിൽക്കുന്നില്ല. റൂം ടൂർ ദേ നിങ്ങൾ കണ്ടോ. വണ്ടി കിട്ടാറുണ്ട്. സോ നമ്മൾ പാസ്പോർട്ട് അല്ലെങ്കിൽ പാസ്പോർട്ട് കോപ്പി കൊടുത്തിട്ടാണ് നമ്മൾ റെന്റിന് വണ്ടി എടുക്കുന്നത്. ഞങ്ങൾ സ്കൂട്ടർ എടുത്ത് ഇറങ്ങിയത് ലോക്കൽ ഫുഡ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ വന്ന് എത്തിയത് ഒരു നൈറ്റ് മാർക്കറ്റിലാണ്. ഇവിടെ നമുക്ക് സീ ഫുഡ് ഒക്കെ കിട്ടുമെന്നാണ് കേട്ടത്. നമുക്ക് ലോബ്സ്റ്റർ ഒക്കെ ഇങ്ങനെ കണ്ട് ചൂസ് ചെയ്തെടുക്കാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്റ്റോൾസിലൊക്കെ പോയി അന്വേഷിച്ച് നോക്കുകയാണ്. ഒത്തിരി തപ്പലിന് ശേഷം കഴിക്കാൻ കൊള്ളാമെന്നൊന്നും അധികം കാണാത്തതുകൊണ്ട് തന്നെ ഒരു ഫിഷ് മാത്രം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി ബാക്കി ഫുഡൊക്കെ വാങ്ങിച്ച് തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. ഞങ്ങൾ ഹോട്ടലിലിരുന്നാണ് ഫുഡ് കഴിച്ചത്.
ഇതതിൻ്റെ അടുത്ത ദിവസമാണ്. നമ്മൾ രാവിലെ റെഡി ആയിട്ട് ഫുക്കറ്റ് കാണാൻ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ഇവിടുത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. കം ഓൺ ഗൈസ്. ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ട്രിപ്പിന്റെ ഡേ 6 ആണ്. ഇപ്പം നമ്മൾ ഫുക്കറ്റിലാണ്. ഫുക്കറ്റ് നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസിനാണ് ഇന്ന് പോകുന്നത്. നമ്മൾ 2 ഐലൻഡ്സിൽ പോകുന്നു. നമ്മുടെ വാട്ടർ ആക്ടിവിറ്റീസ് ഉള്ളത് പിപ്പി ഐലൻഡിലാണ്. നമ്മൾ സ്നോർക്കലിംഗ്, സ്കൂബ ഡൈവിംഗ് അങ്ങനെ എന്തൊക്കെ ചെയ്യാനാണ് പോകുന്നത്. പിന്നെ പോകുന്നത് കായ് ഐലൻഡ്. പിപ്പി ഐലൻഡിൽ തന്നെ ഒരു മങ്കി ബീച്ച് ആണെന്ന് പറയുന്നത്. ജസ്റ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ, മങ്കീസിനെ തൊടരുത്, ഫീഡ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഓൺ ദ വേ ആണ്. ഇനി പോകുന്ന വഴിക്ക് എടുക്കാൻ പറ്റിയാൽ കാണാം. നമ്മൾ ഈ ഫുൾ വാട്ടർ ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് ചിലപ്പം ഫോണൊന്ന് മാറ്റി വെക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും എടുക്കാൻ നോക്കാം. ഓക്കെ, എല്ലാവരുടെ ഒപ്പം ഒരാളാണ്. സീ ഏഞ്ചൽ സ്പീഡ് ബോട്ട് ഫാമിലി കേട്ടോ. നമ്മൾ ആദ്യമേ തന്നെ ഫസ്റ്റ് ആക്ടിവിറ്റിയായ സ്കൂബ ഡൈവിങ്ങിന് കയറുകയാണ്. ഈ കുന്തെല്ലാം കൂടെ വെച്ചിട്ട് ആളെ മനസ്സിലാവുന്നില്ലല്ലേ? ഇത് ചാച്ചനും ഞാനുമാണ്, ഇത് നീത്തുമാണ്, ഇത് നീത്തും ഞാനുമാണ്. നൂലക്കോട് കാണാൻ പോവാ. അവിടെയാണ് നമ്മൾ സ്നോർക്കലിംഗ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ മായാബേ എത്തി. ദിസ് ഇസ് വൺ ഓഫ് ദ ഷാലോ ബേസ് ഇൻ ഫിഫി ഐലൻഡ്. ഇവിടെ കഹോന പ്യാർ ഹേയും വേറെ എന്തൊക്കെയോ കുറെ മൂവീസും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ലൊക്കേഷനാണ്. മായാബേയിൽ വന്നപ്പോൾ പിന്നെ നേച്ചറിന്റെ മാത്രമല്ല, മൊത്തത്തിൽ സീനറി നല്ല കളർഫുൾ ആയിരുന്നു. യു നോ വാട്ട് ഐ മീൻ? ഭഗവാൻ, എല്ലാം തേരി മായ. കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ജെസ്കിയിൽ കയറാൻ വേണ്ടി തുടങ്ങുവാണ്. നമുക്ക് തന്നെ ഓടിക്കാട്ടോ. ഇവിടെ ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾ കയറണം നിർബന്ധമൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ അവർ കയറും, അല്ല നമുക്ക് പോകണമെന്ന് പറഞ്ഞാൽ അതൊന്നും സമ്മതിക്കും. ഇന്നലെ വൈകിട്ട് തൊട്ടേ എല്ലാവർക്കും ചെറിയൊരു വൈറൽ ഫീവറിന്റെ തുടക്കമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പപ്പയും അമ്മയും പിന്നെ മമ്മിയും ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് നമ്മുടെ കൂടെ ഇല്ല. ഇന്നൊരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളത്തിൽ കിടന്നുകൊണ്ടായിരിക്കും. രാത്രി ഹോട്ടലിൽ എത്തിയപ്പോഴത്തേനും പകുതി പേര് കിടപ്പിലായി. ഇത് അതിന്റെ അടുത്ത ദിവസമാണ്. അത്ര നല്ലൊരു ഗുഡ് മോർണിംഗ് അല്ല. നമ്മുടെ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി പകുതി പേര് വയ്യാതെ കിടപ്പിലായിട്ടുണ്ട്. ബാക്കി പകുതിയും കൊണ്ട് നമ്മൾ ഇന്ന് പോകുന്നത് ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്കാണ്. ഇപ്പൊ ഞങ്ങള് ഇവിടെ ഹോൾസെയിൽ മാർക്കറ്റിൽ വന്നേക്കാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ. ഇവിടെ ഫോട്ടോസും വീഡിയോസും അലൗഡ് അല്ല, അപ്പൊ നമുക്ക് നിർത്തേണ്ടി വരും. അപ്പൊ ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോകട്ടോ. Muslim village. We have lunch there. From here to Panyi village, just 25 minutes. From Panyi village to the James Bond Island, just 15 minutes. ഈ പോകുന്ന വഴിക്കൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളും കാറ്റും കടലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നീത്തിന്റെ മുഖം കണ്ടറിയാം ഞങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഫ്ലോട്ടിംഗ് മുസ്ലിം വില്ലേജിനകത്തുള്ള ന്യൂ ഫേൺ റെസ്റ്റോറൻറ്റിനകത്താണ് അവർ നമുക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തത്. നല്ല ഫുഡായിരുന്നു, പക്ഷേ ഭയങ്കര ചൂടായിരുന്നു. അവർ AC ഫെസിലിറ്റീസ് ഒന്നും തന്നിട്ടില്ലായിരുന്നു. പിന്നെ ഒരു ഹാൻഡ് ഫാൻ യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഐലൻഡിലെ ശരിക്കുള്ള പേര് കൗഫിംഗ് ഖാൻ എന്നാണ്. ജെയിംസ് ബോണ്ട് ദ മാൻ വിത്ത് ദ ഗോൾഡൻ ഗൺ എന്നുള്ളൊരു മൂവി ഇവിടെ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഐലൻഡ് ഭയങ്കര ഫേമസ് ആയതും. ആൻഡ് സിൻസ് ദെൻ ഇറ്റ്സ് കോൾഡ് ദ ജെയിംസ് ബോണ്ട് ഐലൻഡ്. അപ്പോൾ
അപ്പോൾ ഞങ്ങളുടെ തായ്ലൻഡ് ട്രിപ്പ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ തായ്ലൻഡിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോട് കമൻസിൽ ചോദിക്കുക. ഞങ്ങൾ പോവാത്ത ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കാം. നെക്സ്റ്റ് ടൈം ഞങ്ങൾ അങ്ങോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യാം. അപ്പം see you in the next vlog. Bye. Hi. How are you? കണ്ടാ പറയില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? അടിപൊളിയായിരുന്നു. എന്തും ഏറ്റവും ഇഷ്ടപ്പെട്ടെ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറാണ്. എന്തോ ഇഷ്ടപ്പെട്ടെ തായ്ലൻഡിൽ? ബോട്ട് ട്രിപ്പ് പിന്നെ ഇവിടുത്തെ നേച്ചർ പ്ലേസ് ഒക്കെ അടിപൊളിയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഡാഡി ട്രിപ്പ്? നല്ല സൂപ്പറായിരുന്നു. ഒന്നും പറയാനില്ല. കണ്ടിട്ടില്ലാത്ത ചില ഒത്തിരി ഭാഗങ്ങളാ തേജ സീല് വലിയ ഒരു 200 അടി ഹൈറ്റിലുള്ള മായാവേവ് കണ്ടിട്ടില്ലാത്തവർക്ക് മായാവേലിന്റെ അടിക്ക് കാണാൻ സാധിച്ചു. നല്ല കാഴ്ചകളായിരുന്നു. പിന്നെ ബോട്ട് യാത്ര എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു. എങ്ങനെയാണ് നേടു? എന്താ ഇഷ്ടപ്പെട്ടെ? Every part of the trip. Every hour of it, every second of it, every minute of it. Oh my god. തെള്ളുമ്പോ ചെറിയ മയത്തിൽ തള്ളടാ. ഇവക്കുട്ടിനെ എൻജോയ് ചെയ്തോ ഈ ട്രിപ്പ്? ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ജെറ്റ് സ്കീയിങ് ആണോ ഏറ്റവും ഇഷ്ടം? ആരുടെ കൂടെ പോയ ജെറ്റ് സ്കീയില്? എന്താ ഒരു ക്ഷീണം? എന്താ ക്ഷീണം? പനി പിടിച്ച് ക്ഷീണിച്ചു പോയി എല്ലാവരും. പാവം കുഞ്ഞിന് ഇപ്പോഴും പനിയാ. അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു? എനിത്തിങ് അബൌട്ട് ദ ട്രിപ്പ്? ഒരു മസാജിന്റെ കുറവുണ്ട്. നിനക്ക് വീട്ടിൽ തന്നിട്ട് തരട്ടെ? തരാൻ ഞാൻ മസാജ് അത് വെച്ച് പറ്റില്ലെന്നൊക്കെ തരാൻ ഞാൻ തരാം. പകുതി ആൾക്കാർക്കൊക്കെ വയ്യാതെ അതാ ഭയങ്കര ചൂടായിരുന്നു, അതിൻ്റെതായ പിന്നെ പനി, ഒരു വൈറൽ ഫീവർ. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഓക്കെ. അടിപൊളിയായിരുന്നു. ചൂട് ഒഴിച്ച് ചൂട് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ഇവിടെ പനി, എല്ലാവർക്കും പനി, എപ്പോഴും കുഞ്ഞിനും ചാച്ചനും വയ്യ. അത് മാത്രം ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതർവൈസ് ഇറ്റ് വാസ് വെരി നൈസ്. സ്പെഷ്യലി ഡ്രീം വേൾഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് സ്കൂബ ഡൈവിങ് നമ്മൾ മാലദ്വീപ്സ് ചെയ്ത് അത്രയും വന്നില്ലെങ്കിലും പക്ഷേ ഇറ്റ് വാസ് വെരി നൈസ്. സോ യുവർ ബെസ്റ്റ് മെമ്മറി ഓഫ് ദിസ് ട്രിപ്പ് എന്താണ്? ഐ തിങ്ക് മായാവേയും ഫിഫി ഐലൻഡ് വാസ് വെരി നൈസ്. ഭയങ്കര സീനറി, ഭയങ്കര രസമായിരുന്നു.